നരഭോജി കടുവയെ പിടികൂടിറങ്ങിയ ദൌത്യ സംഘത്തിന് നേരെ കടുവായുടെ ആക്രമണമുണ്ടായി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് ജയസൂര്യയെ ആക്രമണത്തിന് ഇരയായ ജയസൂര്യയെ മാറ്റി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിവേഗം വാഹനമോടിച്ച് അകത്ത് ദൌത്യ സംഘം ജയസൂര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ജയസൂര്യയുടെ കയ്യിൽ കടുവ മാന്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നാട്ടുകാരിൽ ചിലരുടെ പ്രതിഷേധം കൂടി അവിടെ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എം എസ് സനീഷ് കുമാർ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത്? നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, അവരെന്താണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചത്. ഈ സംഭവം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. ജനങ്ങൾ, ഞങ്ങൾ ഈ നാട്ടുകാർ നിങ്ങളോട് നന്ദിയും കടപ്പാടുള്ളവരാണ്. നിങ്ങൾ ഈ വിവരം ജനങ്ങളെ മുമ്പിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഈ സംഭവം ഇവിടെ നടന്നതായിട്ട് തന്നെ ആരും അറിയില്ല. ആളെ മിസ്സിംഗ് വേണ്ടത് അങ്ങ് പോവും. ഇത് നിങ്ങൾ അറിയിച്ചാണ് ജനങ്ങൾ. നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പൊ എന്താണ് വെടിവെച്ച് കൊല്ലാന്നില്ലത് ഞങ്ങളെ ആവശ്യമാണ്. വെടിവെച്ചിട്ടില്ല, ഇപ്പൊ വെടിവെച്ചതായിട്ടൊന്നും ഇല്ലാന്നാ പറഞ്ഞ്. ആളിന് ചെറിയൊരു പരിക്കുണ്ടെന്നില്ലാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞ ആൾ ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ചാനലുകളെ ഈ വിവരം പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കവറേജ്. നമ്മളിതേ അഭിപ്രായം തന്നെയാണ്. നിങ്ങളുണ്ടാകുന്നതാണ് പുറലോകം അറിയണത്. അല്ലെങ്കിൽ മന്ത്രിമാരും ഇവിടെ എത്തൂല, ഫോറസ്റ്റുകാരും എത്തൂല. സത്യാവസ്ഥയിൽ ഫോറസ്റ്റുകാരാണ് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്. നടന്ന നാടകം എന്നാണ് നിങ്ങൾ പറയുന്നത്. നാടകം നമ്മൾ പറയും, നമ്മളാണ് കേട്ടിട്ടില്ല. സത്യാവസ്ഥ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടില്ല. അറിയാത്ത സ്ഥിതിക്ക് നമ്മളത് പറയുന്നത് ശരിയല്ല. അത് നാടകമാണോ അല്ലേ നമ്മൾ പറയാം. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അതാണ് ഒരാളുടെ ജീവൻ വെച്ചെന്നും അവര് പണയം വെച്ച് കള്ളം പറയേണ്ട കാര്യം ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് നമുക്ക് മീഡിയ മുഖാന്തരം വന്ന മനുഷ്യന്മാരാണ് നമ്മളിപ്പോ. നമ്മൾ അത്രയും വീതിയിൽ നിൽക്കുന്ന മനുഷ്യന്മാർ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റിയാക്ഷൻ ചെയ്യേണ്ടി വരും. അതാണ് പറയുന്നത്. ആ അവസ്ഥയാണ് നമുക്കുള്ളത്. എന്തായാലും ഈ വെടിയേറ്റില്ല എന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അവർ പറയുന്നത്. വെടിയേറ്റെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്ന ഏറ്റവും സന്തോഷത്തോട് കാത്തിരിക്കുന്ന ഒരു വിവരമാണത്. വെടിയേറ്റിട്ടില്ല എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ആളുകളിൽ നിന്നും കിട്ടിയിട്ടില്ല. ഈ മേഖലയിൽ നിന്ന് എന്തായാലും പോയിട്ടില്ല അല്ലെ. ഇപ്പൊ ദൌത്യ സംഘത്തിന് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വൈകുന്നേരം നൌഫലിന്റെ വീടിന്റെ അവിടെ കണ്ടു, രാധേച്ചി കൊന്നു. അപ്പൊ ഈ സ്ഥലത്തുനിന്ന് ഇത് പോയിട്ടില്ല. ഈ സാധനം കാട്ടിൽ തന്നെയുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ഒരാളെ കൂടി പിടിച്ചത്. ആറാട്ട് സംഘത്തെ പിടിച്ചല്ലോ. അപ്പൊ നമുക്ക് കാട്ടുന്നത് ഇത് വിട്ടുപോയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കാനുള്ള തീരുമാനം എടുക്കണം. ആശങ്ക വീണ്ടും വർദ്ധിക്കുകയാണ്. ഇപ്പൊ എല്ലാ ആശങ്കയാണ്. എല്ലാവർക്കും പേടിയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, പണിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല, ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. ഇതിപ്പോ നിരോധനാജ്ഞയുള്ള സ്ഥലമാണ്. അതെ, സംഘടിച്ച് ഇറങ്ങൂല സാറേ. ഞങ്ങളെ വീട്, ഞങ്ങൾ കാര്യങ്ങൾ ഇവിടെ ആളുകളല്ലേ. മദ്രസ പോകാൻ പറ്റില്ല. ഇപ്പൊ നാളെ സ്കൂൾ പോകാൻ പറ്റുമോ? അത് നിങ്ങൾ പറഞ്ഞേര്. ഞങ്ങൾക്ക് പിന്നെ നിങ്ങളുണ്ടാണ് ഇത് പുറലോകം അറിയുന്നത്. ഞങ്ങളെന്ന് അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നില്ല. ഇവര് കളിക്കുന്ന സത്യത്തിൽ ഫോറസ്റ്റിന്റെയാണ്. ഫോറസ്റ്റുകാരാണ് ഇതിനുള്ളിലൊക്കെ കളി. ഒരു പണിയും നടക്കുന്നില്ല. വളരെ ദയനീയ അവസ്ഥയിലാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയാലോ. 3 ദിവസമായില്ല നിങ്ങളിവിടെ. അതേപോലെ തന്നെ ഞങ്ങൾ വളരെ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. ആ പാവപ്പെട്ട മനുഷ്യരൊന്നും പറ്റാതിരിക്കട്ടെ, ദൈവാനുഗ്രഹം കൊണ്ട്. ചെറിയ സ്ക്രാച്ച്, അതെ, ഒന്നും പറ്റാതിരിക്കട്ടെ. ഒരാളെ കടുവ തിന്നിട്ട് ആണ് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഇതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകണം. മന്ത്രിയൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ. കൽപ്പറ്റയിലുണ്ട്. അയാളൊന്ന് 11 മണിക്ക് ഇവിടെ വരുന്നാണല്ലോ പറഞ്ഞ്. എന്താ വരാത്ത? അന്നാ അയാൾ ഇവിടുന്ന് പോകൂല. കാരണം ഇത്രയും ദയനീയ അവസ്ഥയിലാണ് ഇവിടെ നടക്കുന്നതെന്ന് അയാൾക്കറിയില്ലേ. ഇത് ലൈവായി പോകുന്നതുകൊണ്ട് മന്ത്രി ഇങ്ങോട്ട് വരില്ല. കേളെന്താ പിന്നെ വന്നില്ല? ഇത്രയും വലിയ വിവാദ വിഷയം ഉണ്ടായല്ലോ. ഇപ്പൊ എന്താ കേളിങ്ങോട്ട് വരാത്ത? വേർക്കേൾ ഇവിടുത്തെ മന്ത്രിയല്ലേ, വരണല്ലോ. അവരൊക്കെ കുടുംബത്തിൽപ്പെട്ട ഇതല്ലേ മരിച്ചത് ഇവിടെ. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ കളി. ഇവര് പറഞ്ഞു രാഷ്ട്രീയമാണ് ഇവിടെയെന്ന്. ഞങ്ങളൊക്കെ ഐക്യമായിട്ട് നിൽക്കുമ്പോ നേതാക്കന്മാര് പറയുന്നത്, ചില ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ആനയാണെന്ന്. അത് ആന തട്ടിന്ന് ഇവിടെയുള്ള നേതാക്കന്മാരെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണ് കളി നടക്കുന്നത്? ഇവിടെ തട്ടിയത് ആനയാണോ? ഇത്രയും ജനങ്ങൾ ഇവിടെ ഇല്ലേ? ഇവര് പറഞ്ഞു അത് ആന തട്ടിയാന്ന്. ആനയല്ല തട്ടിന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായില്ലേ. അപ്പൊ ഇതൊരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.